Hello my dear students, welcome back to Students Focus. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് സർവീസസിനെ പറ്റിയാണ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വെയർ ഹൗസിംഗ്. ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്നും വാട്ട് ആർ ദ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ട്രാൻസ്പോർട്ടേഷൻ ചെറിയ ടോപ്പിക്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മൾക്കും ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സിൽ അതിൻ്റെ യൂസസ് എന്താണ്, ബിസിനസ്സിൽ അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നമ്മൾ മെയിനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ റോ മെറ്റീരിയൽസ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് നമ്മുടെ പ്രൊഡക്ഷൻ പോയിന്റിൽ നിന്ന് കൺസംഷൻ പോയിന്റിലേക്ക് എത്തിക്കാനെല്ലാമാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സും നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സ് എല്ലാം നമ്മളുടെ തൊട്ടടുത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് പോയി മേടിക്കുന്നതല്ല. എല്ലാം നമ്മളുടെ രാജ്യത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് പല പല ഭാഗങ്ങളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സാണ് നമ്മൾ പലതും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ പ്രൊഡക്ഷൻ പോയിന്റിൽ നിന്ന് കൺസംഷൻ പോയിന്റിലേക്ക് ആ ഗുഡ്സ് കൊണ്ടുവരണ്ടേ? അത് ചെയ്യുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗുഡ്സ് പ്രൊഡക്ഷൻ പോയിന്റിൽ നിന്ന് കൺസംഷൻ പോയിന്റിലേക്ക് എത്തിക്കുന്നത്. ഇനി പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് മാത്രമല്ല, ഇപ്പം നമ്മളൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് പല പല റോ മെറ്റീരിയൽസ് ആവശ്യമായിട്ടുണ്ടാവും. ആ റോ മെറ്റീരിയൽസും നമ്മൾ ഗുഡ്സ് എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കില്ല ആ റോ മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാവുന്നത്. സോ ആ റോ മെറ്റീരിയൽസും നമ്മൾക്ക് പല പല ഭാഗങ്ങളിൽ നിന്ന് വരുത്തിക്കേണ്ടി വരും. എന്നിട്ട് ഏതെങ്കിലും നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിൽ വെച്ച് അതെല്ലാം അസംബിൾ ചെയ്ത്, ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് ഗുഡ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾ പല പല സ്ഥലത്തുനിന്ന് അതിൻ്റെ പാർട്സ് വരുത്തിക്കുന്നു. നമ്മളുടെ പ്രൊഡക്ഷൻ പ്ലാന്റിൽ വെച്ച് നമ്മളത് അസംബിൾ ചെയ്ത് ഇലക്ട്രോണിക് ഗുഡ്സ് ആക്കുന്നു. അത് നമ്മൾ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നു. സോ നമ്മൾക്ക് റോ മെറ്റീരിയൽസ് നമ്മളുടെ പ്രൊഡക്ഷൻ പ്ലാന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയും നമ്മൾക്ക് ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യമാണ്. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ മോഡ്സ് ഏതൊക്കെയാണ്? റോഡ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യും, റെയിൽ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട് ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഇപ്പോൾ റോഡ് ട്രാൻസ്പോർട്ടിൽ നിങ്ങൾക്കറിയാം, റോഡ് വഴി നമ്മൾ കണ്ടെയ്നറിലെല്ലാം സാധനങ്ങൾ കൊണ്ടുവരുന്നു, കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ലോറിയിലോ അങ്ങനെയുള്ള ഇതിലൊക്കെ. ഇപ്പോൾ റോഡ് ട്രാൻസ്പോർട്ടിൽ നമ്മളിപ്പോൾ ബിസിനസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളുടെ റോഡ്സും അതുപോലെ നല്ല സഫിഷ്യൻറ്റ് വിഡ്ത്തിലുള്ളത് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി റോഡ്സ് ആയിരിക്കണം. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റോ മെറ്റീരിയൽസ് ആണെങ്കിലും ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിലും കൊണ്ടുവരുമ്പോഴേക്കും അത് ഒത്തിരി ഡാമേജ് ആയി പോകും. നമ്മളുടെ ഇപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആണെങ്കിലും ഫുഡ് പ്രൊഡക്റ്റ് ആണെങ്കിലും മറ്റ് ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും നമ്മൾക്ക് ഡാമേജ് ആവാതെ കറക്റ്റ്, ഇപ്പോൾ ഭയങ്കര കുണ്ടും കുഴിയുള്ള റോഡാണ്, റോഡ് വളരെ മോശമാണ്, തീരെ ഇടുങ്ങിയ വഴിയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ഫുഡ് ഐറ്റംസ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്തിക്കേണ്ടതാണെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ അത് എത്തിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഇപ്പോൾ സ്ട്രോബെറി അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഒത്തിരി നാൾ വച്ചേക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത് പറിച്ച് ഒരു സ്പെസിഫൈഡ് ഡേയ്സിനുള്ളിൽ നമ്മളത് കൺസംഷൻ പോയിന്റിൽ എത്തിക്കണം. അതായത് ഇമ്മീഡിയറ്റ്ലി തന്നെ എത്തിക്കണം, എന്നാലേ അത് കൺസ്യൂമേഴ്സിന് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ മഴ എന്തെങ്കിലും പെയ്ത് നമ്മുടെ റോഡ് മുഴുവൻ ഇടിഞ്ഞു പോയി കിടക്കുന്നു, അല്ലെങ്കിൽ വല്ല മണ്ണിടിച്ചിലൊക്കെ വന്നിട്ട് റോഡ് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ അത് കറക്റ്റ് ടൈമിൽ കൺസംഷൻ പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്, നമ്മളുടെ ആ ഗുഡ്സ് വേസ്റ്റ് ആയി പോകും. നമ്മൾക്ക് അതിൽ നിന്ന് ലോസ് വരും, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് അതിൽ നിന്ന് നല്ല എമൗണ്ട് ലോസ് വരും. സോ അങ്ങനെയൊക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചും കൂടെ നല്ല ഹൈ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കണം. ഇപ്പോൾ റോഡ്സ് ആണെങ്കിലും നല്ല വിഡ്ത്തിലുള്ള റോഡ്സോ അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല റോഡ്സൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് കറക്റ്റ് ടൈമിൽ ട്രാവൽ ചെയ്ത് കറക്റ്റ് സമയത്ത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ മാത്രമല്ല, നമ്മളുടെ റോ മെറ്റീരിയൽസ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് കറക്റ്റ് സമയത്ത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ നമുക്ക് റോ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ എത്തണ്ടേ? ഇപ്പം നമ്മളുടെ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ്, മാർക്കറ്റിൽ സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി കുറയുന്നതിന് മുമ്പ് നമ്മൾക്ക് നെക്സ്റ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, നെക്സ്റ്റ് ബാച്ച്. സോ കറക്റ്റ് ടൈമിൽ നമ്മൾക്ക് റോ മെറ്റീരിയൽസ് നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടിയാലേ ഉള്ളൂ നമ്മൾക്ക് കറക്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും കൺസ്യൂമേഴ്സിന് സെല് ചെയ്യാനും സാധിക്കുള്ളൂ. സോ അതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. സോ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിലും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നല്ല ഡെവലപ്ഡ് ആയിരിക്കണം, നല്ല ക്വാളിറ്റി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്സ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറും ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ആയിരിക്കണം. നമ്മളുടെ ഇപ്പോൾ എയർ ട്രാൻസ്പോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റോഡും റെയിലും, ഇപ്പോൾ റെയിൽ ട്രാൻസ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടെയ്നേഴ്സ് ആളുകൾ ട്രാവൽ ചെയ്യിക്കുന്നതല്ല, അതല്ലാതെ ഗുഡ്സിൻ്റെ ട്രെയിൻ തന്നെയുണ്ടല്ലോ. ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഗുഡ്സ് ട്രെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾക്ക് ഇപ്പോൾ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഗുഡ്സൊക്കെ എത്തിക്കണം, നമ്മൾക്ക് അതിന്
വളരെ ഷോർട്ട് പീരീഡിലൊക്കെ എത്തിക്കണമെങ്കിലാണ് നമ്മൾ കൂടുതലും എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എയർവേസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് കോസ്റ്റ് കുറച്ചും കൂടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എയർവേസ് നമ്മൾക്ക് നോർമലി എന്തെങ്കിലും എമർജൻസി മീൻസ് നമുക്ക് ഷോർട്ട് ടൈം സ്പാനിൽ ഗുഡ്സ് എത്തിക്കേണ്ട കേസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് കൂടുതലായി യൂസ് ചെയ്യുന്നത്. പിന്നെ വാട്ടർ വേസ് നമ്മൾ ഷിപ്പൊക്കെ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ട ഗുഡ്സ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് എയർവേസ് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ വാട്ടർ വേസ് യൂസ് ചെയ്യും. അതുപോലെ ഇപ്പോൾ റോഡ് വേസിൽ വരാൻ സാധിക്കാത്ത ഡിസ്റ്റൻസ് കൂടുതൽ എടുക്കുന്ന സ്ഥലത്ത് വാട്ടർ വേസ് ആണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പമെങ്കിൽ നമ്മൾ അങ്ങനെ വാട്ടർ വേസ് യൂസ് ചെയ്യും. വാട്ടർ വേസിൽ നമ്മൾ ഷിപ്പിലൊക്കെ കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടി ടൈം കൂടുതൽ എടുക്കും. സോ നമ്മൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി ടൈം പീരീഡ് കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഇന്നിപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്യുവാണ് ഒരു നെക്സ്റ്റ് മന്ത് എൻഡ് ആകുമ്പോഴത്തേക്കും, ഇതിപ്പോൾ ഈ മാസം ആദ്യമാണെന്ന് വിചാരിക്കുക, അപ്പോൾ നെക്സ്റ്റ് മന്ത് എൻഡ് ആകുമ്പോൾ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ച് ഗുഡ്സ് വേണം. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് കൺസംഷൻ പോയിന്റിൽ ആ ടൈമിൽ ഗുഡ്സ് എത്തിച്ചാൽ മതി. സോ അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി ഗുഡ്സ്. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ റോ മെറ്റീരിയൽസ് വേറെ സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്യാം. കുറച്ച് ഡിലേ ആയാലും കുഴപ്പമില്ല, 1-1.5 മാസം സമയമുണ്ട്. സോ അതിനുള്ളിൽ എനിക്ക് റോ മെറ്റീരിയൽസ് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളുടെ എയർവേസിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ വേസിൽ കുറച്ചും കൂടി ഡിലേ എടുക്കും ഗുഡ്സ് നമുക്ക് എത്താൻ. ബട്ട് നമ്മൾക്ക് കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റി ഗുഡ്സ് അതിൽ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ ബിസിനസ്സിലെ ഒരു പ്രോബ്ലമാണ് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. ആ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിന്റും കൺസംഷൻ പോയിന്റും സെയിം അല്ല. അതല്ലെങ്കിൽ നമ്മളുടെ റോ മെറ്റീരിയൽസ് നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന പോയിന്റും നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിന്റും സെയിം അല്ല ബിസിനസ്സിൽ. നോർമലി മിക്ക കേസിലും അത് സെയിം ആയിരിക്കില്ല. സോ അതുകൊണ്ട് നമ്മൾക്ക് ഈ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യിക്കേണ്ടി വരും, കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് റിമൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓക്സിലറി ടു ട്രേഡ് ആണ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ ഓക്സിലറീസ് ടു ട്രേഡ് പഠിച്ചതിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നമ്മൾ പഠിച്ചിരുന്നു. സോ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ. ഇത് നമ്മൾക്ക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് കൺസംഷൻ പോയിന്റിൽ എത്തിക്കാനും റോ മെറ്റീരിയൽസ് എവിടെയാണോ അവൈലബിൾ ആ പോയിന്റിൽ നിന്ന് നമ്മൾ പ്രൊഡക്ഷൻ പോയിന്റിലേക്ക് എത്തിക്കാനും ട്രാൻസ്പോർട്ടേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് ഗുഡ്സ് കുറച്ചും കൂടെ സ്പീഡ് ഡെലിവറി വേണമെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും നമ്മൾക്ക് എന്താ സ്പീഡിന് ഇമ്പോർട്ടൻ്റ് ആണ് സ്പീഡ് ഡെലിവറി. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പ്രൊഡക്ഷൻ ഏത് സമയത്താണോ വേണ്ടത് അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾക്ക് റോ മെറ്റീരിയൽസ് എത്തിക്കേണ്ടി വരും. അപ്പോൾ എനിക്കിപ്പോൾ 2 ദിവസത്തിനുള്ള അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ള റോ മെറ്റീരിയൽ വേണമെങ്കിൽ ഞാനത് ഓർഡർ ചെയ്തിട്ട് ആ റോ മെറ്റീരിയൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നതെങ്കിൽ എനിക്കതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും ഇപ്പോൾ മാർക്കറ്റിൽ എൻ്റെ കമ്പനിയുടെ ഗുഡ്സ് ഷോർട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുകയാണ്, ആ ഗുഡ്സ് തീരാൻ പോവാണ്, അപ്പോൾ അവൈലബിലിറ്റി കുറഞ്ഞു. സോ എനിക്ക് ഇമ്മീഡിയറ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ ഗുഡ്സ് ഇമ്മീഡിയറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ബട്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് എനിക്കത് ആ കറക്റ്റ് ടൈമിൽ മാർക്കറ്റിൽ അവൈലബിൾ ആക്കാൻ സാധിക്കുന്നില്ല. പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് റീറ്റെയിലറിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അപ്പോഴും എനിക്ക് ലോസ് ആണ്. കറക്റ്റായിട്ട് എനിക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ എത്തിക്കാൻ പറ്റാത്തതുകൊണ്ട്. സോ നമ്മളുടെ ബിസിനസ്സിൽ സ്പീഡ് ഡെലിവറിക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണുള്ളത്. അപ്പോൾ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ഈ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്യാനും അതുവഴി നമ്മളുടെ എക്കോണമിയുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാനും നമ്മൾക്ക് സാധിക്കും, ബിസിനസ് ഫേംസിന് സാധിക്കും. ഇനി നമ്മളുടെ ഗുഡ്സ് വേസ്റ്റ് ആകുന്നത് മെയിനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ശരിയല്ലാത്തപ്പോഴും അത് പ്രോപ്പറല്ല, ക്വാളിറ്റി ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്തപ്പോഴും, പിന്നെ നമ്മൾക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾക്ക് പ്രോപ്പറായിട്ട് ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാത്തപ്പോഴും. നമ്മളെപ്പോഴും ഗുഡ്സ് ഇപ്പോൾ ഒരു ബിസിനസ് ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്നത്തേക്ക് ആവശ്യമുള്ള ഗുഡ്സ് മാത്രം ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നാളെ എത്രയാണോ ഡിമാൻഡ് അത് നോക്കിയിട്ട് നാളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയല്ലല്ലോ നമ്മളൊരിക്കലും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ബൾക്ക് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നു. ചില സമയത്ത് അത് സെല്ലാവും, ചിലപ്പോൾ അതിൽ ബാക്കി വരും. ഇപ്പം ഞാൻ ഇന്ന് 1 lakh ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തു, ചിലപ്പോൾ 1 lakh ക്വാണ്ടിറ്റിയും സെല്ലായിക്കൊള്ളണമെന്നില്ല. ഒരു 50,000 ക്വാണ്ടിറ്റിയെ മാർക്കറ്റിൽ ആവശ്യമുള്ളൂ. സോ ബാക്കി 50,000 ക്വാണ്ടിറ്റി എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അതൊരു 1 month കഴിഞ്ഞായിരിക്കും അതിനാവശ്യം വരുന്നതെന്ന് വിചാരിക്കുക. സോ ഞാനത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വച്ചില്ല എങ്കിൽ എന്താ പറ്റുന്നത്? ആ ഗുഡ്സ് വേസ്റ്റ് ആയി പോകും. ഇപ്പോൾ ഞാനത് വെറുതെ എൻ്റെ പ്രൊഡക്ഷൻ പ്ലാനിൻ്റെ സൈഡിൽ വെക്കുന്നു, അവിടെ പുറത്ത് കൂട്ടിയിടുന്നു. അങ്ങനെയൊക്കെ വെച്ചാൽ എന്താണ്, മഴ കൊണ്ടോ അല്ലെങ്കിൽ വെയിൽ കൊണ്ടോ അല്ലെങ്കിൽ എലി എന്തെങ്കിലുമൊക്കെ വന്ന് കരണ്ട് തിന്നു, അങ്ങനെയൊക്കെ ചെയ്താൽ എൻ്റെ ഗുഡ്സ് വേസ്റ്റ് ആവും. എനിക്ക് ആ ഗുഡ്സ് സെല്ല് ചെയ്യാൻ പറ്റില്ല, എനിക്കത് ലോസ് ആകും, പ്രോഫിറ്റ് കിട്ടില്ല എനിക്ക്. സോ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഗുഡ്സ് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കണം. എന്നാലും നമുക്ക് ഗുഡ്സ് അതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റിയിലും അത് കൺസ്യൂമർക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിൽ അതിൻ്റെ കറക്റ്റ് വാല്യൂവിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമ്മളുടെ ഈ
ഹിൻഡ്രൻസ് ഓഫ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ പ്രോബ്ലം റിമൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? വെയർ ഹൗസ് ആണ്. വെയർ ഹൗസസ് ആണ് നമ്മൾക്ക് ഗുഡ്സ് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നത്. വെയർ ഹൗസസ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ഹിൻഡ്രൻസ് ഓഫ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ പ്രോബ്ലം റിമൂവ് ആകുന്നു. നമ്മളിപ്പോൾ ബാങ്ക്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മളെ ബാങ്ക്സ് ഫണ്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു, നമുക്ക് ഫണ്ട് അവൈലബിൾ ഒക്കെ ആക്കുന്നു. സോ ബാങ്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസിന് നമ്മൾ എന്താ പറയുക? ബാങ്കിങ് ഫെസിലിറ്റി, ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് നമ്മൾ ബാങ്കിങ് സർവീസസ് എന്ന് പറയുമായിരുന്നു. അതുപോലെ തന്നെ വെയർ ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, വെയർ ഹൗസ് യൂസ് ചെയ്യുന്ന സർവീസസിന് അല്ലെങ്കിൽ വെയർ ഹൗസ് വഴി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെ നമ്മൾ വെയർ ഹൗസിംഗ് എന്ന് പറയുന്നു, വെയർ ഹൗസിംഗ് സർവീസസ്. അപ്പോൾ ഗുഡ്സ് വെയർ ഹൗസിൽ കീപ്പ് ചെയ്യുന്നത് വഴി നമ്മൾക്ക് ഗുഡ്സ് അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ നമ്മൾക്ക് കറക്റ്റ് രീതിയിൽ ഗുഡ്സ് കൺസ്യൂമർക്ക് യൂസ്ഫുൾ ആയ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് വാല്യൂവിൽ ആ ഗുഡ്സ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. നേരത്തെ നമ്മൾ വെയർ ഹൗസ് യൂസ് ചെയ്തിരുന്നത് ജസ്റ്റ് എക്സ്ട്രാ വരുന്ന സ്റ്റോക്ക് ഡംപ് ചെയ്യാനുള്ള ഒരു പ്ലേസ്, അതായത് എക്സ്ട്രാ വരുന്ന സ്റ്റോക്ക് കീപ്പ് ചെയ്യാൻ മാത്രമുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്നത്. അതിപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് മാത്രമല്ല നമുക്ക് വെയർ ഹൗസിൽ കീപ്പ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽസ് ഓർഡർ ചെയ്ത് അത്രയും നമ്മൾക്കിപ്പോൾ പ്രൊഡക്ഷൻ ആവശ്യം വന്നില്ല. സോ ബാക്കി നമ്മൾക്ക് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൽ പ്രൊഡക്ഷനാണ് ബാക്കി ആവശ്യം വരുന്നത്. നമ്മൾക്ക് ആ ഗുഡ്സും കീപ്പ് ചെയ്യണ്ടേ ചീത്തയായി പോവാതെ? കാരണം അതും നമ്മളിതുപോലെ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്തില്ല, നശിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക? നമ്മൾ ഗുഡ്സ് പിന്നെയും ഓർഡർ ചെയ്യേണ്ടി വരും. പിന്നെയും ഓർഡർ ചെയ്യുമ്പോൾ നമ്മളതിന് പിന്നെയും പൈസ കൊടുക്കണം. സോ അത് നമ്മൾക്ക് ലോസ് ആണ്, കാരണം നമ്മൾ ഓൾറെഡി ആ ഗുഡ്സിന് പേ ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ 50,000 യൂണിറ്റ്സ് മേടിച്ചു, എനിക്ക് 20,000 ആവശ്യം വന്നുള്ളൂ. ബാക്കി 30,000 യൂണിറ്റ്സ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പിന്നെ ഞാൻ ആ 30,000 പേയ്മെൻറ്റ് എക്സ്ട്രാ കൊടുക്കണോ? വേണ്ട, എനിക്കതെടുത്ത് നെക്സ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ വെയർ ഹൗസ് ജസ്റ്റ് ഒരു സ്റ്റോറേജ് പർപ്പസ്, ഒരു സ്റ്റോറേജ് സെൻറ്റർ മാത്രമായിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ വെയർ ഹൗസ് കുറച്ചും കൂടെ കൂടുതൽ ഫങ്ഷൻസിന് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ലേബലിംഗ് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ പാക്കിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെല്ലാം തന്നെ നമ്മൾ വെയർ ഹൗസിങ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ വെയർ ഹൗസസിൽ ഐറ്റംസ് മൂവ് ചെയ്തിരുന്നത് മാനുവലിയാണ്. അതായത് ഒരാൾ ചാക്ക് കെട്ട് ഒരാൾ തലയിൽ ചുമന്നുകൊണ്ട് പോയി വെയർ ഹൗസിലിടുന്നു, പിന്നെ ആവശ്യം വരുമ്പോൾ ആ ചാക്ക് കെട്ട് എടുത്ത് പൊക്കി തലയിൽ വെച്ച് ചുമന്ന് കൊണ്ടുവന്ന് എവിടെയാണോ ആവശ്യം തിരിച്ച് വണ്ടിയിൽ കയറ്റുന്നു, അവിടുന്ന് എവിടെയാണോ ആവശ്യം അവിടെ കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ വെയർ ഹൗസ് തൊട്ടടുത്താണെങ്കിൽ തലയിൽ ചുമന്ന് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടിടുന്നു. ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നത്. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കൂടുതൽ ബിസിനസ് ഫേംസിലും കൂടുതൽ പ്രൊഡക്ഷൻ പ്ലാന്റ്സിലും നമ്മൾ മെക്കാനിക്കൽ ഡിവൈസസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ലേബർ കുറയ്ക്കാനും സാധിക്കുന്നു, കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയ രീതിയിൽ നമുക്ക് ചെയ്യാനും സാധിക്കുന്നു. ഇപ്പോൾ ലേബറേഴ്സ് ആണെങ്കിൽ കുറച്ച് ചാക്ക് തലയിൽ ചുമന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ ക്ഷീണിക്കില്ലേ? കണ്ടിന്യൂസ് അവർക്ക് നിർത്താതെ 8 മണിക്കൂറോ 10 മണിക്കൂറോ തലയിൽ ചാക്ക് ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റുമോ? പറ്റില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ അവർ ക്ഷീണിക്കും. സോ അവർക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും. ആ സമയത്ത് മെക്കാനിക്കൽ ഡിവൈസസ് ആണെങ്കിലോ അതിൻ്റെ ആവശ്യം വരുന്നില്ല. മെക്കാനിക്കൽ ഡിവൈസസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളും. അപ്പോൾ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ ഡിവൈസസ് ഇനിയിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് കൺവെയർ ബെൽറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ബാഗ് ചെക്കിങ്ങിനൊക്കെ വേണ്ടി വെക്കില്ലേ? അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ബാഗ് വെച്ചിട്ട് നമ്മളിപ്പുറത്ത് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളുടെ ബാഗ്സ് മൂവായി കൺവെയർ ബെൽറ്റിലൂടെ മൂവായി അപ്പുറത്തെ സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൺവെയർ ബെൽറ്റ്സ് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് ഐറ്റംസ് എടുത്ത് വെക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് അത് മൂവ് ചെയ്ത് എവിടെയാണോ അതിൻ്റെ ആവശ്യം വരുന്നത് ആ സ്ഥലത്തേക്ക് ഈ കൺവെയർ ബെൽറ്റ്സ് എത്തിക്കുന്നു. സോ ഒരാൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അതുകൂടാതെ നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റഡ് ക്രെയിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രെയിൻസും ഇതുപോലെ നമ്മൾ ഐറ്റംസ് മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്രെയിൻ സാധനം എടുത്തിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കണമെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചോളും. അതിന് നമുക്ക് ഹ്യൂമൻ പവറിൻ്റെ അല്ലെങ്കിൽ ലേബറേഴ്സിൻ്റെ ആവശ്യം അധികം വരുന്നില്ല. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർസ് നമ്മളുടെ വെയർ ഹൗസ് മാനേജ്മെൻറ്റിന് പല സോഫ്റ്റ്വെയർസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒരാൾ തന്നെ അല്ലെങ്കിൽ പല ലേബറേഴ്സ് ഇരുന്ന് പല ജോലിക്കാരിരുന്ന് ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് എത്ര റോ മെറ്റീരിയൽ വന്നു അല്ലെങ്കിൽ എത്ര ഫിനിഷ്ഡ് ഗുഡ്സ് വന്നു, എത്ര സെയിൽ, എത്ര നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയി, അതായത് റീറ്റെയിൽ സ്റ്റോറിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്തു, ഇതൊന്നും കുറച്ച് പേര് ഇരുന്ന് എൻ്റർ ചെയ്യാതെ നമ്മൾക്ക് ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയർസിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഫൈനൽ ഡാറ്റ കിട്ടിക്കോളും. പിന്നെ നമ്മളിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര ചാക്ക് ബാലൻസ് ഉണ്ട്, ഇനി എത്ര ചാക്ക് വരുത്തിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സോ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മെക്കാനിക്കൽ ഡിവൈസസ് ആണ് നമ്മളുടെ വെയർ ഹൗസിങ്ങിൽ യൂസ് ചെയ്യുന്നത്. വെയർ ഹൗസിങ് ഫംഗ്ഷൻസിന് വേണ്ടി വെയർ ഹൗസിങ് സർവീസസിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വെയർ ഹൗസസ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ മെക്കാനിക്കൽ ഡിവൈസസ് ആണ്. അത് ബിസിനസ്സിൻ്റെ കോസ്റ്റും കുറയ്ക്കും, അവർക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാനും സാധിക്കുന്നു. അപ്പം നമ്മളുടെ വെയർ ഹൗസിങ് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്
നമ്മളുടെ ടു മേക്ക് അവൈലബിൾ ദ റൈറ്റ് ക്വാണ്ടിറ്റി, കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് സമയത്ത് അവൈലബിൾ ആക്കാൻ വേണ്ടി, അതും കറക്റ്റ് പൊസിഷനിൽ, അതായത് അതിൻ്റെ ഫിസിക്കൽ ഫോം എങ്ങനെയാണോ കറക്റ്റ് ഫോം എങ്ങനെയാണോ അങ്ങനെ തന്നെ കറക്റ്റായിട്ട് അവൈലബിൾ ആക്കാനും കറക്റ്റ് കോസ്റ്റിൽ അവൈലബിൾ ആക്കാനും സാധിക്കുന്നു. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സാരി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ SF ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. SF ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി നമ്മളുടെ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് റേറ്റ് കൂടിയ കുറച്ച് സാരീസാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലക്ഷറി വെയേഴ്സ് അല്ലെങ്കിൽ വെഡ്ഡിങ് വെയേഴ്സ് അങ്ങനെയുള്ള സാരീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഞാൻ കുറച്ച് സാരി പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ ഈ മാസം അല്ലെങ്കിൽ ഇന്ന് ഞാനൊരു 1 lakh ക്വാണ്ടിറ്റി സാരീസ് പ്രൊഡ്യൂസ് ചെയ്തു. ബട്ട് ഇപ്പോൾ നെക്സ്റ്റ് മന്ത് അത്ര മാരേജ് സീസൺ അല്ല എന്ന് വിചാരിക്കുക. സോ അതുകൊണ്ട് എൻ്റെ 1 lakh ക്വാണ്ടിറ്റി സാരീസും സെയിലായില്ല. എനിക്കതിൽ ഒരു 70,000 സെയിലായുള്ളൂ. ബാക്കി 30,000 സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വന്നു. അതിന് ഒരു മാസം കൂടി കഴിഞ്ഞാൽ, അതായത് നെക്സ്റ്റ് മന്ത് മാരേജസ് ഒന്നും ഇല്ലാത്ത, ഫംഗ്ഷൻസ് ഒന്നും അധികം നടക്കാത്ത മന്താണ്. നെക്സ്റ്റ് മന്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന മാസം ഒത്തിരി ഫംഗ്ഷൻസ് നടക്കുന്ന മാസമാണ്. സോ എനിക്കത് നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു സാരിയുടെ കോസ്റ്റ് 25,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 25,000 റുപ്പീസിന് എനിക്ക് ആ സാരി വിൽക്കാനായിട്ട് സാധിക്കും നല്ല പ്രോഫിറ്റിൽ. ഞാൻ ഈ ഗുഡ്സ് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ വല്ല എലി കടിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നനവൊക്കെ വന്നിട്ട് അത് കരിമ്പനൊക്കെ ആയിട്ട് അത് പോകുന്നെങ്കിൽ എനിക്ക് ഈ ഗുഡ്സ് വിൽക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്തതിൽ ഒരു 10 സാരി നശിഞ്ഞു പോയാൽ തന്നെ എനിക്ക് 25,000 × 10 2,50,000 എനിക്ക് ലോസാണ്. കാരണം അതെനിക്ക് ആളുകൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഗുഡ്സ് ചീത്തയായി പോയി, ഇപ്പോൾ എലി കടിച്ച് അത് തൊളയൊക്കെ വീണ് അങ്ങനെ കീറി പറഞ്ഞാൽ നമുക്ക് വിൽക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. സോ എനിക്കത് ലോസാണ്. ആ സമയത്ത് ഞാൻ ഈ ഗുഡ്സ് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുവാണെങ്കിലോ എനിക്ക് അത്രയും ഗുഡ്സ്, ഈ ബാലൻസ് വന്ന 30,000 ക്വാണ്ടിറ്റി ഈ ഒരു മാസം കഴിയുമ്പോൾ കറക്റ്റ് ആളുകൾക്ക് ആവശ്യം വരുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് പ്ലേസസിൽ അത് ഡെലിവർ ചെയ്യാൻ സാധിക്കും കറക്റ്റ് ടൈമിൽ. കാരണം ഒരു മാസം കഴിയുമ്പോഴാണ് ആളുകൾക്ക് അത് ആവശ്യം. സോ ആ സമയത്ത് എനിക്ക് എത്ര ക്വാണ്ടിറ്റിയാണോ ആവശ്യം ആ ക്വാണ്ടിറ്റി ഡെലിവർ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ നല്ല ക്വാളിറ്റിയിൽ, അതിൻ്റെ കറക്റ്റ് ഫിസിക്കൽ ഫോമിൽ പ്രോപ്പർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എനിക്കത് ആളുകൾക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും. എനിക്കതിൻ്റെ ഏത് പ്രോഫിറ്റിലാണോ ഏത് പ്രൈസിലാണോ ഞാൻ വിൽക്കാൻ ഉദ്ദേശിച്ചത് ആ പ്രൈസിൽ തന്നെ എനിക്ക് വിൽക്കാനും സാധിക്കും. കാരണം എൻ്റെ ക്വാളിറ്റി കറക്റ്റാണ്, വേറെ ലോസ് ഒന്നും അതിൽ വേസ്റ്റേജ് ഒന്നും വന്നിട്ടില്ല, നാശനഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് പ്രോഫിറ്റിൽ അത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മളുടെ വെയർ ഹൗസിങ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ടു മേക്ക് അവൈലബിൾ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ട്സ് അറ്റ് ദ റൈറ്റ് പ്ലേസ് ഇൻ ദ റൈറ്റ് ടൈം ഇൻ ദ റൈറ്റ് ഫിസിക്കൽ ഫോം അറ്റ് ദ റൈറ്റ് കോസ്റ്റ്. അപ്പോൾ ഇതിന് നമ്മൾ വെയർ ഹൗസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ വെയർ ഹൗസിങ്ങിൻ്റെ നമ്മൾ എന്താണെന്നുള്ള ഇൻട്രൊഡക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് ടൈപ്സ് ഓഫ് വെയർ ഹൗസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും മതി. നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾക്കത് ക്ലിയർ ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു യു.